ധനതത്വശാസ്ത്രം ഡേ 17. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ടാമത്തതാണ് കോൾ മണി. ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ ഉപയോഗിക്കുന്നതാണ് കോൾ മണി. പണകരുതൽ ധനാനുപാതം നിലനിർത്തുന്നതിനായി ബാങ്കുകൾ പരസ്പരം കടം വാങ്ങുന്ന രീതിയാണ് കോൾ മണി എന്നറിഞ്ഞിരിക്കുക. കോൾ മണിക്ക് നൽകുന്ന പലിശ നിരക്ക് കാൾ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1 മുതൽ 15 വരെ ദിവസങ്ങൾ കാലാവധിയേ ഉള്ളൂ. ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയുള്ള ഒരു ഹ്രസ്വകാല ധനകാര്യ സ്രോതസ്സാണ് കോൾ മണി എന്നറിഞ്ഞിരിക്കുക. വളരെ പെട്ടെന്ന് വ്യത്യാസം വരുന്നതും ദിവസം തോറും പലപ്പോഴും മണിക്കൂറുകൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നതുമായ നിരക്കാണിത് കോൾ മണിയുടേത്. കോൾ മണിക്ക് നൽകുന്ന പലിശ നിരക്ക് എന്താണ്? കോൾ റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കോൾ റേറ്റ്. അടുത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ നിക്ഷേപ സർട്ടിഫിക്കറ്റ്. കൈവശ അവകാശ രൂപത്തിലുള്ള കൈമാറ്റം ചെയ്യാവുന്ന ഈട് അല്ലാത്ത ബാങ്കുകളും വികസന ധനകാര്യ സ്ഥാപനങ്ങളും വിതരണം ചെയ്യുന്ന ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളാണ് നിക്ഷേപ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്നറിഞ്ഞിരിക്കുക. വ്യക്തികൾക്കോ കമ്പനികൾക്കോ മറ്റു കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കോ വിതരണം ചെയ്യുന്നതാണിത്. അതുപോലെ തന്നെ 91 ദിവസം മുതൽ 364 ദിവസം വരെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി ഉള്ളത്. അടുത്തതാണ് കൊമേഴ്ഷ്യൽ ബില്ല് അല്ലെങ്കിൽ വാണിജ്യ ബില്ല്. ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾക്കുള്ള പണം സ്വരൂപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു കൈമാറ്റ ബില്ലാണ് വാണിജ്യ ബില്ല്. സ്ഥാപനങ്ങൾ കടമായി സാധനങ്ങൾ വിൽക്കുന്നതിന് ആവശ്യമായ പണം ലഭിക്കുന്നതിനും കൈമാറ്റം ചെയ്യാവുന്ന കാലാവധി കഴിയുമ്പോൾ സ്വയം പണമായി മാറുന്നതുമായ ഹ്രസ്വകാല ധനകാര്യ പ്രമാണങ്ങളാണ് വാണിജ്യ ബില്ല് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബില്ലെന്ന് അറിഞ്ഞിരിക്കുക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ഇൻ ലിക്വിഡിറ്റി നൽകാനുള്ള പ്രത്യേക ഉദ്ദേശത്തോടെ RBI 1998 ഇന്ത്യയിൽ സ്ഥാപിച്ച മണി മാർക്കറ്റ് സ്ഥാപനമാണ് DFHI ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. DFHI മണി മാർക്കറ്റ് ഉപകരണങ്ങൾക്കായി സജീവമായ ഒരു ദ്വിതീയ വിപണി വികസിപ്പിച്ചുകൊണ്ട് ഹ്രസ്വകാല ലിക്വിഡിറ്റി അസന്തുലിതാവസ്ഥ സുഗമമാക്കുക എന്നതാണ് DFHIയുടെ ലക്ഷ്യം. വായ്ഗൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് DFHI സ്ഥാപിക്കുന്നത്. 2004 RBI ഇതിൻ്റെ മൊത്തം ഹോൾഡിംഗ് SBI ഗിൽസ് ലിമിറ്റഡിന് കൈമാറിയിരുന്നു. SBI DFHI എന്നാണ് പുതിയ പേര്. എല്ലാ മണി മാർക്കറ്റ് സെഗ്മെൻറ്റുകളിലെ ഇടപാടുകളിൽ DFHI പങ്കെടുക്കുന്നു. ഇത് കോൾ, നോട്ടീസ്, ടേം മണി മാർക്കറ്റ് എന്നിവയിൽ കടം വാങ്ങുകയും വായ്പ നൽകുകയും ലേലത്തിൽ വിൽക്കുന്ന ട്രഷറി ബില്ലുകൾ, വാണിജ്യ ബില്ലുകൾ, CDs, CPs എന്നിവ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റായി പ്രവർത്തിക്കുന്നു. അടുത്തതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ മൂലധന വിപണി. നോക്കാം. ഉടമസ്ഥത മൂലധനവും വായ്പാ മൂലധനവും ഉൾപ്പെടെ ദീർഘകാല ധനസമാഹരണത്തിനും നിക്ഷേപത്തിനും സഹായിക്കുന്ന സൗകര്യങ്ങളും സ്ഥാപന സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മൂലധന വിപണി. ഇതിൽ സമൂഹത്തിൻ്റെ സമ്പാദ്യം വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന മാർഗങ്ങളുടെ ശ്രേണികൾ എന്നിവ ഉൾക്കൊള്ളുന്നു. വികസന ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് മൂലധന വിപണി. ധനം മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിനെയാണ് ഒരു ഉത്തമ മൂലധന വിപണി എന്ന് പറയുന്നത്. മൂലധന വിപണിയെ രണ്ടായി തരംതിരിക്കാം. പ്രാഥമിക വിപണിയെന്നും ദ്വിതീയ വിപണിയെന്നും. എന്താണ് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് നോക്കാം. നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ്. പ്രാഥമിക വിപണിയെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും പറയാറുണ്ട്. ആദ്യമായി വിതരണം ചെയ്യുന്ന സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ ഓഹരികൾ കൈകാര്യം ചെയ്യുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. സമ്പാദകരിൽ നിന്നും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നതോ നിലവിലുള്ള സ്ഥാപനങ്ങൾ വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതോ ആയ സംരംഭകരിലേക്ക് നിക്ഷേപ സാധ്യതയുള്ള ധനം ആദ്യമായി ഓഹരികളായി വിതരണം ചെയ്യുന്നതിലൂടെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുക എന്നതാണ് പ്രാഥമിക വിപണിയുടെ ധർമ്മം. ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വകാര്യ വ്യക്തികൾ എന്നിവരാണ് ഈ വിപണിയുടെ നിക്ഷേപകരെന്നും അറിഞ്ഞിരിക്കുക. ഇനി ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻസ് അല്ലെങ്കിൽ വിതരണ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം. പ്രാഥമിക വിപണിയിൽ പുതിയതായി ഓഹരികൾ ഇറക്കുന്നതിന് വിവിധ രീതികൾ അവലംബിക്കാറുണ്ട്. എന്തൊക്കെയാണ്? ഓഫർ ത്രൂ പ്രോസ്പെക്ടസ്, അതായത് പ്രോസ്പെക്ടസ് മുഖേനയുള്ള വാഗ്ദാനം, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിൽ വിൽപ്പനയ്ക്കുള്ള വാഗ്ദാനം,
അല്ലെങ്കിൽ എന്താണ് സ്വകാര്യ വിൽപ്പന അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. 4 റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവകാശ ഓഹരികൾ. അതുപോലെ തന്നെ EIPOs അല്ലെങ്കിൽ EIPO എന്നും അറിഞ്ഞിരിക്കുക. അങ്ങനെ 5 വിതരണ രീതികളാണ് ഉള്ളത്. അടുത്തതാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി. ദ്വിതീയ വിപണിയെ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാറുണ്ട്. ദ്വിതീയ വിപണി എന്താണ്? ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നും പറയാറുണ്ട്. എന്നാൽ കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാകുന്ന വിപണിയാണ് പ്രാഥമിക വിപണി. എന്നാൽ ദ്വിതീയ വിപണിയെ ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാറുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് നിലവിലുള്ള ഓഹരികൾ വാങ്ങുവാനും വിൽക്കുവാനുള്ള വിപണിയാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇത് നിലവിലുള്ള നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാനും പുതിയ നിക്ഷേപകർക്ക് വിപണിയിൽ പ്രവേശിക്കാനും സഹായിക്കുന്നു. നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണന സാധ്യതയും ഇത് നൽകുന്നെന്നും അറിഞ്ഞിരിക്കുക. പ്രാഥമിക വിപണിയും ദ്വിതീയ വിപണിയും താരതമ്യം നമുക്ക് നോക്കാം. ആദ്യം പ്രാഥമിക വിപണിയിൽ ഒരു പുതിയ ഓഹരികൾക്കുള്ള വിപണിയാണ് പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ പ്രാഥമിക വിപണി. പുതിയ കമ്പനികൾ സെക്യൂരിറ്റികൾ വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ നിലവിലുള്ള കമ്പനികൾ നിക്ഷേപകർക്ക് വീണ്ടും പുതിയ ഓഹരികൾ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതാണ് പ്രാഥമിക വിപണിയിൽ. എന്നാൽ ദ്വിതീയ വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിലവിൽ വിപണിയിലുള്ള ഓഹരികൾ മാത്രമാണ് വിപണനം ചെയ്യുന്നത്. അടുത്തതാണ് സെക്യൂരിറ്റികൾ. കമ്പനികൾ നേരിട്ടോ ഇടനിലക്കാർ മുഖേനയോ നിക്ഷേപകർക്ക് വിൽക്കുന്നു പ്രാഥമിക വിപണിയിൽ അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണിയിലാണെങ്കിൽ നിലവിലുള്ള സെക്യൂരിറ്റികളുടെ ഉടമസ്ഥാവകാശം നിക്ഷേപകർ തമ്മിൽ കൈമാറുന്നു. കമ്പനികൾ ഇതിൽ ഇടപെടുന്നതേയില്ല. പ്രൈമറി മാർക്കറ്റിൽ സമ്പാദകരിൽ നിന്ന് നിക്ഷേപകരിലേക്ക് ധനസമ്പത്ത് ഒഴുകുന്നു. അതായത് പ്രാഥമിക വിപണി നേരിട്ട് മൂലധന സ്വരൂപണം പ്രോത്സാഹിപ്പിക്കുന്നു എന്നർത്ഥം. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് ആണെങ്കിൽ ഓഹരികൾ പണമാക്കി മാറ്റാനുള്ള അവസരം വർദ്ധിപ്പിക്കുന്നു. അതായത് ദ്വിതീയ വിപണി പരോക്ഷമായാണ് മൂലധന സ്വരൂപണം പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രാഥമിക വിപണിയിൽ സെക്യൂരിറ്റികൾ വാങ്ങാൻ മാത്രമേ ഉള്ളൂ, അവ ഇവിടെ വിൽക്കാൻ കഴിയുകയില്ല. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ സെക്യൂരിറ്റികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. പ്രൈമറി മാർക്കറ്റുകൾ വില നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും കമ്പനി മാനേജ്മെൻറ്റുകളാണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിലാണെങ്കിൽ സെക്യൂരിറ്റിക്കുള്ള ചോദന വിതരണ ഘടകങ്ങളാണ് അവയുടെ വില നിർണ്ണയിക്കുന്നതെന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രൈമറി മാർക്കറ്റിൽ പ്രത്യേകമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനമില്ല. എന്നാൽ സെക്കൻഡറി മാർക്കറ്റിന് പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണത് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണി എന്നും അറിഞ്ഞിരിക്കേണ്ടതാണ്. അടുത്തതാണ് ഓഹരി വിപണി അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നോക്കാം. സെക്യൂരിറ്റീസ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് 1956 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ സെക്യൂരിറ്റികൾ വാങ്ങുന്നതോ വിൽക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ സ്ഥാപനമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിഞ്ഞിരിക്കുക. ബിസിനസ്സിനെ സഹായിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ വേണ്ടി രൂപീകരിച്ചിട്ടുള്ള വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടത്തെയും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? നിലവിലുള്ള സെക്യൂരിറ്റികൾക്ക് ദ്രവത്വവും വിപണനശേഷിയും പ്രദാനം ചെയ്യുന്നു. സെക്യൂരിറ്റികളുടെ വില നിർണ്ണയിക്കുന്നു. അതുപോലെ തന്നെ ഇടപാടുകളുടെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകുന്നു. ഇക്വിറ്റി സംസ്കാരം വ്യാപിപ്പിക്കുന്നു. ഊഹക്കച്ചവടത്തിനുള്ള അവസരം ലഭ്യമാക്കുന്നു തുടങ്ങിയവയാണ്. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ആൻറ്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ആൻറ്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനമാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണിയാണ് ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ആൻറ്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തിൽ ആദ്യമായി സ്റ്റോക്കുകളും ബോണ്ടുകളും പുറത്തിറക്കിയ സ്ഥാപനം അത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി വിപണി ഏതാണ്? ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ ബിഗ് ബോർഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ്. കാരണം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ബിഗ് ബേഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം വാൾ സ്ട്രീറ്റ് ആണെന്ന് അറിഞ്ഞിരിക്കണം. 1929 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിലയിലുണ്ടായ വൻ തകർച്ച അറിയപ്പെടുന്നത് വാൾ സ്ട്രീറ്റ് ദുരന്തം അല്ലെങ്കിൽ കറുത്ത വ്യാഴാഴ്ച എന്നാണ്. കറുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നറിയപ്പെടുന്നത് 1929
ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി വിലയിലുണ്ടായ വൻ തകർച്ചയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണിയാണ് നാസ്ഡാക്ക് US എന്ന് ഓർത്തിരിക്കണം. അതുപോലെ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് അറിഞ്ഞിരിക്കണം. ചൈനീസ് സമ്പദ് വ്യവസ്ഥയുടെ ആസ്ഥാനം ഷാങ്ഹായി ആണെന്ന് അറിഞ്ഞിരിക്കണം. ഓഹരി വിപണിയിലെ ഓഹരിയുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബുൾ അല്ലെങ്കിൽ ബിയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയെ ബുൾ എന്നാണ് പറയുന്നത്. എന്നാൽ ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയെ ബിയർ എന്നുമാണ് പറയുന്നത്. ഓഹരി വിപണിയിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്ന എന്താണ്? ഗിൽഡ് എന്നുമാണ് അറിയപ്പെടുന്നത്. വില കൂടിയ ഓഹരികൾ അറിയപ്പെടുന്ന എന്താണ്? ബ്ലൂ ചിപ്പ് ആണെന്നും അറിഞ്ഞിരിക്കണം. അടുത്തത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡന്റായി നിയമിതനായ ആദ്യ വനിത ആരാണ്? സ്റ്റേഡി കണ്ണിങ്ഹാം ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡന്റായി നിയമിതനായ ആദ്യ വനിത ആരാണ്? അത് സ്റ്റേഡി കണ്ണിങ്ഹാം ആണ്, ഓർത്തിരിക്കണം. അടുത്തതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്ഥാപിതമായത് 1875 മുൻപ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് അറിയപ്പെട്ടിരുന്നു. 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് ഈ എക്സ്ചേഞ്ചിന് സ്ഥിരം അംഗീകാരം നൽകുകയുണ്ടായി. BSE തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ദ നേറ്റീവ് ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നായിരുന്നു. BSE സ്ഥിതി ചെയ്യുന്നത് ദലാൽ സ്ട്രീറ്റ്, മുംബൈയിലാണെന്ന് ഓർത്തിരിക്കണം. BSE ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരെന്താണ്? സെൻസെക്സ് എന്നാണെന്നും ഓർത്തിരിക്കേണ്ടതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ SECൻ്റെ ഡെസിഗ്നേറ്റഡ് ഓഫ്ഷോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് DOSM പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ BSE എന്നറിഞ്ഞിരിക്കണം. ഓഹരി വിപണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിക്ഷേപകരിൽ എത്തിക്കുന്നതിനായി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിതമായ ചാറ്റ് ബോട്ടാണ് ആസ്ക് മോട്ടാബായി എന്നുള്ളതാണെന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് സെൻസെക്സ് നിശ്ചയിച്ചിരിക്കുന്നത്. സെൻസെക്സിൻ്റെ പൂർണ്ണരൂപമാണ് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ്. സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ്? ദീപക് മൊഹാനി ആണെന്ന് ഓർത്തിരിക്കണം. സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ്? ദീപക് മൊഹാനി എന്ന് ഓർത്തിരിക്കണം. BSEയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കമ്പനിയാണ് DS പ്രഫുദാസ് ആൻഡ് കമ്പനിയാണ്. BSEയുടെ പ്രഥമ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഡയറക്ടറാണ് ജയശ്രീ വയസ് ആണെന്ന് ഓർത്തിരിക്കണം. BSEയുടെ നിലവിലെ ചെയർമാൻ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? അത് SS മുദ്രയാണെന്നും ഓർത്തിരിക്കണം. വിപണിയുടെ അനുബന്ധ സ്ഥാപനമായ ഓഹരി വിപണിയാണ് ഇന്ത്യ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചാണ് ഇന്ത്യ INX എന്ന് ഓർത്തിരിക്കണം. ഇന്ത്യ INX സ്ഥിതി ചെയ്യുന്നത് ഗിഫ്റ്റ് സിറ്റി, ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലാണെന്ന് ഓർത്തിരിക്കണം. BSEയുടെ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഷെയർ ഹോൾഡർ ഡയറക്ടറായി നിയമിതനായ മലയാളി ആരാണ്? അത് DC സുശീൽ കുമാർ ആണെന്നും അറിഞ്ഞിരിക്കുക.